ഇതിങ്ങനെ ഈ പൂ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. അത് പണ്ട് കാലത്ത് വാഴച്ചെടി എന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ളൊരു വാഴച്ചെടിയാണ്. ഇത് നിറയെ പൂത്ത് കിടക്കുകയാണ്. എന്ത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ചുവപ്പും മഞ്ഞയും ഇടകലർന്ന പൂക്കൾ, അതാണ് അതിൻ്റെ പൂവ്. ഈ പൂ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പൂവാണത്. അതിൻ്റെ ഇല കണ്ടിട്ട് വാഴച്ചെടി പണ്ട് ഉണ്ടായിരുന്നതാണ് വാഴച്ചെടി. ആ വാഴച്ചെടി ആണെന്നാണ് എൻ്റെ ഉദ്ദേശം. അത്ര നല്ല മനോഹരമായ ഒരു കാഴ്ചയാണിത്. നിറയെ അങ്ങനെ തൂങ്ങിക്കിടക്കാണ്, പൂത്ത് കിടക്കുന്ന ചെടിയുടെ ഒരു കാഴ്ചയാണിത്. വളരെ മനോഹരമായ കാഴ്ച. അതിങ്ങനെ ഇതിൻ്റെ പൂവാണിങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത്. അത് പണ്ട് കാലത്ത് വാഴച്ചെടി എന്ന ഒരു പൂവുണ്ടായിരുന്നു. ആ ഒരു ചെടി പലതരത്തിലുള്ള പൂക്കളുണ്ടാകുന്ന വാഴച്ചെടി ആയിരുന്നു. അതിൻ്റെ ഒരു തരം ആണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല കണ്ടിട്ട് ഇത് വാഴച്ചെടിയുടെ ഒരു ഇലയാണത്. ഇതാണതിൻ്റെ ഇല വാഴച്ചെടിയുടെ ഒരു ഇലയാണ്. വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന എത്രയോ പൂക്കളാണ് ഇതിൽ പൂത്ത് നിൽക്കുന്നത്. ആ പൂ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇതിങ്ങനെ താന്ന് കിടക്കുകയാണ്, പൂ ഇങ്ങനെ താന്ന് കിടക്കുന്നത്. നല്ല മനോഹരമായിട്ട് മഞ്ഞയും ചുമപ്പും ആയിട്ടുള്ള പൂക്കൾ. അതിങ്ങനെ കുലയാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് ഒറ്റ പൂവാണ് ഇങ്ങനെ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് നീണ്ടു കിടക്കുന്ന പൂവ്. അതാണൊരു പ്രത്യേകതയുള്ളൊരു പൂവാണ് ഇത്. വളരെ ഭംഗിയായിട്ട് എന്തുമാത്രം പൂവാണ് പൂത്ത് കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതതിൻ്റെ ചെറുതാണ്, അതിൻ്റെ മൊട്ട് എന്ന് പറയാം. അതതിൻ്റെ മൊട്ട് എന്നുള്ള മട്ടിൽ അത് ചെറുതായിട്ട് വരുന്നതാണ്. ഇത് ചെറുതായിട്ടുള്ളത് അതിൻ്റെ മൊട്ട് ആണ്. ഇതൊക്കെ വലുതായിട്ട് നിൽക്കുന്നത്, കൂടുതൽ ഇതളുമായിട്ട് ആണ് വലുതായിട്ട് നിൽക്കുന്നത്. ചെറുത് നിൽക്കുന്നത് മൊട്ടായിട്ട് നിൽക്കുന്നു. വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അത് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പിക്ചറാണിത്. വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന വാഴച്ചെടി എന്നാണ് എൻ്റെ വിശ്വാസം. അത് വാഴയിലയുടെ പോലെയാണ് ഇല. ഇങ്ങനെയുള്ള ഇലയുള്ളതാണ് ഈ ഇലയ്ക്ക് വാഴച്ചെടി എന്നാണ് പറയുക. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട് വാഴച്ചെടി. അതിലെ ഒരു വെറൈറ്റിയാണ് ഈ തൂങ്ങിക്കിടക്കുന്ന ഈ പൂക്കളുമായിട്ട് നിൽക്കുന്നത്.